സർ, നമ്മുടെ സംസ്ഥാനത്ത് ഗവർണർ മാറി വന്നെങ്കിലും ഗവർണർ ആ സ്ഥാനത്തിരിക്കുന്ന ആളും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം നിലവിലെ നമ്മുടെ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വിഷയങ്ങൾ. ഇപ്പോഴിതാ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകാം എന്നേറ്റ സുരക്ഷ പിൻവലിക്കുകയാണ്. ഗവർണർക്ക് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നതുമാണ്. എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ ഗവർണർക്കെതിരെ നടത്തുന്ന ഭീഷണികൾ, മുദ്രാവാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ ആവശ്യപ്പെട്ട സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അതാണ് സർക്കാരിന്റെ തീരുമാനവും. അപ്പോൾ ഈ ഗവർണർ സംസ്ഥാന സർക്കാർ പോര് നടക്കുന്നതിനിടയിൽ ഒരു ഗവർണർക്ക് ആവശ്യമായ, നമുക്കറിയാം സംസ്ഥാനത്തിന്റെ പൂർണ്ണ ചുമതലയുള്ള ആളാണ് ഗവർണർ. അങ്ങനെ ഒരാൾക്ക് ചുമതല നൽകാൻ കഴിയില്ല എന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ പറയുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങളുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ? ഈ ഗവർണർക്ക് 6 CPO പോലീസുകാരുടെ സേവനം വിട്ടുകൊടുക്കുകയില്ല. അതാണെന്ന് തോന്നുന്നു അവസാനം വന്ന ഒരു തർക്കം. ഇത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന് ഒരു മൂപ്പിളമ തർക്കമായിട്ട് എടുത്താൽ മതി. വടക്കമ്പാട്ടിലൊക്കെ പറയുന്നത് പോലെ ആരോമൽ ചേകവരും പിന്നെ അരിങ്ങോടരും ഒക്കെ ഏറ്റുമുട്ടിയിരുന്നത് ഇങ്ങനെ മൂപ്പിളമ തർക്കത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളിലാണ്. അതായത് ചക്കയിട്ടതിൽ അതിൽ മുഖ്യ പങ്ക് ആർക്ക് കിട്ടണം, കുളത്തിൽ നിന്ന് മീൻ പിടിച്ചതിൽ അതിൽ ആർക്ക് കിട്ടണം, അതുപോലെയുള്ള ഒരു അധികാര തർക്കം അത്രമാത്രമേ ഉള്ളൂ. മൂപ്പിളമ തർക്കം. ആരാണ് മുഖ്യമന്ത്രിയാണോ വലിയ ആൾ, ഗവർണറാണോ വലിയ ആൾ എന്നുള്ള ഒരു തർക്കം മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അല്ലാതെ കാര്യമായ വിഷയമൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. കാരണം ഗവർണർക്ക് സെക്യൂരിറ്റി കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവർണർക്കത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ CRPFനെയോ PSFനെയോ ITBPയോ ഒക്കെ അവർ വിട്ടോളും. അവരൊക്കെ ആണെങ്കിൽ മുഖം നോക്കാതെ തല്ലുന്ന കക്ഷികളുമാണ്. ഇനിയും ഗവൺമെന്റ് ഇപ്പം എതിർക്കുന്നവരെ അങ്ങനെ തല്ലിക്കോട്ടെ എന്ന് വല്ലതും വിചാരിച്ചിട്ടുണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് SFIക്കാർ ഒരുപാട് വിഷമിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ അകത്തെ നിയമപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഗവർണർ എന്നുള്ളതിനെ പറ്റി ഉള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ തലവനാണ് ഗവർണർ. അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഈ നിമിഷം വരെയുള്ള ഭരണഘടന പറയുന്നത്. സ്റ്റേറ്റിൻ്റെ തലവനാണ് ഗവർണർ. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട എല്ലാവിധ അപ്പോയിൻമെൻറ്റും നടത്തുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതും, ആ വാക്കുപത്യം ആലോചിക്കണം, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതും നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവ് എഴുതി കൊടുക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതും, പിന്നെ ചീഫ് സെക്രട്ടറി ആയാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്ത രവ്ദ ചന്ദ്രശേഖരനെ പോലുള്ള DGP ഒക്കെ ആണെങ്കിലും, അതായത് സീനിയർ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ എല്ലാ ഉത്തരവുകളും, സർക്കാരിൻ്റെ എല്ലാ ഉത്തരവുകളും ഗവർണറുടെ പേരിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. അതാണ് ഭരണഘടന പറയുന്നത്. ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ റെപ്രസെൻറ്റേറ്റീവാണ് സ്റ്റേറ്റിലെ. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആണ് ഗവർണറെ നിയമിക്കുന്നത്. അതുകൊണ്ട് ഗവർണറെ പിൻവലിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു MP കുറച്ചു കാലം മുമ്പ് ഏതൊരു ഗവർണറെ പിൻവലിക്കണം എന്നോ മറ്റോ, ഇദ്ദേഹത്തിനെ തന്നെയാണെന്ന് തോന്നുന്നു, ആർലേക്കറെ തന്നെ പിൻവലിക്കണം എന്ന് പറഞ്ഞ് കത്തയക്കുകയൊക്കെ ചെയ്തു. ഗവർണറുടെ കാലാവധി എന്ന് പറയുന്ന പ്രസിഡന്റിന് താല്പര്യമുള്ള, രാഷ്ട്രപതിക്ക് താല്പര്യമുള്ള അത്രയും സമയം ഗവർണറായിട്ട് തുടരും. ആര് എന്ത്
പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ കാര്യമില്ല. കാരണം എന്താണ്, പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്, പ്രസിഡന്റിന് തൃപ്തിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗവർണറെ തിരിച്ചുവിളിക്കാം. അതാണ് ഗവർണറുടെ ഒരു എന്താണ് വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവർണറാണ് സംസ്ഥാനത്തിന്റെ തലവൻ. ഗവർണർക്ക് വേണ്ടിയിട്ടാണ് നിയമസഭ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന വിധത്തിലാണോ എന്ന് നോക്കാനുള്ള അധികാരവും അവകാശവും ഗവർണർക്കുള്ളതാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് കൺസെന്റ് കൊടുക്കാനോ മാറ്റിവെക്കാനോ പ്രസിഡന്റിനെ റെഫർ ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുണ്ട്. ഈ അധികാരമാണ് കുറച്ചു കാലം മുമ്പ് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞു അത് അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇക്കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള അധികാരം ഗവർണർക്കില്ല. പക്ഷേ ഇപ്പൊ പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്നത് അത് ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനുള്ള ഒരു മറുപടി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം സുപ്രീം കോടതി കൊടുത്ത വിധി അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വിധി അപ്പോൾ തന്നെ റദ്ദ് ചെയ്യപ്പെടും. അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണഘടനയ്ക്കകത്ത് ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം അനുസരിച്ചിട്ടാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട് അത് നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഒരു അമിക്കബിൾ ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ് സൗഹൃദമായിട്ട് പോകണം എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ് സൗഹൃദത്തിന്റെ വിഷയമാണ് ഇപ്പം ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ 154-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് നിയമങ്ങളുടെ കൺസെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങളെ നിയമമാക്കുന്നത് ഗവർണർ 154-ാം വകുപ്പ് അനുസരിച്ച്. 200-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് അത് ഉടനെ വേണോ പിന്നെ മതിയോ പ്രസിഡന്റ് കാണണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനിയുള്ള അതിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പലരും പറയുന്നത് ഇത് നമ്മളുടെ ഭരണഘടന ഖാസി ഫെഡറൽ അല്ല, ഫെഡറൽ ഭരണഘടനയാണെന്നാണ് രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് സ്റ്റേറ്റിലെ. അപ്പൊ ഭരണഘടന ഫെഡറൽ ആണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫെഡറൽ സംവിധാനത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന, അല്ലെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഫെഡറൽ രീതിയാണ്, അല്ലെങ്കിൽ ക്വാസി ഫെഡറൽ ആണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനയല്ല, ഇന്ത്യയുടെ കേന്ദ്ര സംസ്ഥാന ബന്ധം എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഭരണഘടന ആമുഖത്തിൽ ഒരിടത്ത് പോലും ഫെഡറൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് കാണുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് യൂണിറ്ററിയാണ്. കേന്ദ്രമാണ്, ഒരൊറ്റ ജനാധിപത്യ സംവിധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് സെൻട്രാണ്, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയും പാർലമെന്റും പ്രസിഡന്റാണ് അതിൻ്റെ തലപ്പത്ത്. അപ്പൊ ഈ യൂണിറ്ററി ആയിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ത്യയിൽ വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സ്റ്റേറ്റിന്റെ, അതുകൊണ്ട് തന്നെയാണ് 3 ലിസ്റ്റുകൾ വരുന്നത്, അതായത് സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതില് കൺകറന്റ് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൂടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രിവൈൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് സെൻട്രൽ ലിസ്റ്റ് ആയിരിക്കും. കേന്ദ്രത്തിന്റെ തീരുമാനത്തിനാണ് അവിടെ പ്രാതിനിധ്യമുള്ളത്. അപ്പൊ എല്ലാം കൊണ്ടും നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, അത് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അവിടെ ഭരിക്കാൻ പറ്റും. പക്ഷേ അത് കേന്ദ്രത്തിന്
കേന്ദ്രത്തിനല്ല, രാഷ്ട്രപതിക്ക് വിധേയമായിക്കൊണ്ട് മാത്രമേ ഭരിക്കാൻ പറ്റൂ. അല്ലാതെ സ്വതന്ത്രമായിട്ട് ഫെഡറൽ റിപ്പബ്ലിക്, ഇപ്പൊ അമേരിക്കയിലൊക്കെയാണ് ഫെഡറൽ റിപ്പബ്ലിക്കുകളുള്ളത്. ഫെഡറൽ റിപ്പബ്ലിക്കിലെ പല കോടതി വിധികളും അവർക്ക് എന്താണ് അമേരിക്കൻ പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ അവസ്ഥ അതല്ല. നമ്മള് യൂണിറ്ററി, അതായത് ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനത്തിന്റെ കീഴിൽ സ്റ്റേറ്റുകൾക്ക് അധികാരം വിഭജിച്ച് കിട്ടി അങ്ങനെ പോകുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. ഈ അപ്പൊ ഏറ്റവും ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റേറ്റുകൾക്ക് പരമാവധി സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചെയ്യാവുന്ന ഓട വെട്ടുക, പിന്നെ വാഷ്റൂംസ് പണിയുക, ബസ് ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സെൻട്രൽ അതിൻ്റെ അകത്ത് ഇടപെടില്ല, അതിൻ്റെ അകത്ത് കാര്യമില്ല, അതൊക്കെ സ്റ്റേറ്റ് സ്വന്തമായിട്ട് ചെയ്യാം. അതും ഇപ്പം പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. താമസിയാതെ പ്രധാനമന്ത്രിയും പഞ്ചായത്ത് മെമ്പറും എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന നിയമം വരാനാണ് സാധ്യത. കാരണം ഇത്രയും കാര്യങ്ങൾ, അതായത് ഓട ഉണ്ടാക്കുക, വെള്ളം തിരിച്ചുവിടുക, കൃഷിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പൊ കൃഷിയിൽ തന്നെയാണെങ്കിൽ പോലും സ്റ്റേറ്റിൽ മാത്രമുള്ള കൃഷിയെ പറ്റി മാത്രമേ അധികാരമുള്ളൂ. സ്റ്റേറ്റും സെൻട്രലും കൂടെ വരുന്ന ഒരു കാർഷിക വിള, അതായത് ഇപ്പം മഞ്ഞൾ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പുതുതായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു മഞ്ഞൾ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തില് വളരെയധികം മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുപോലെ മണിപ്പൂരിൽ മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു കേന്ദ്രം അത് ഏറ്റെടുത്തത് പോലെയാണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. അതുപോലെ ഏലം ബോർഡുകൾ, നാളികേരമില്ലാത്ത കേരളത്തിന് കിട്ടേണ്ടതെന്ന് പറയുന്ന നാളികേര ബോർഡ്. അപ്പൊ ഈ വിധ സംഗതികളൊക്കെയാണ്. അപ്പൊ 360 എന്ന് പറയുന്ന വകുപ്പിലും നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇത്രയധികം മസിൽ പിടിക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ മസിൽ പിടിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ തെളിവുകളൊന്നും കാണുന്നില്ല. ആദ്യം പറഞ്ഞതുപോലെ പ്രിയാമ്പിളിലില്ല. പിന്നീടുള്ളതെന്ന് പറയുന്നത് ഇതൊരു പ്രവർത്തന സുതാര്യതയ്ക്കും പ്രവർത്തന സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫെഡറൽ എന്ന് പറയുന്നത്. ഏറ്റവും സ്റ്റേറ്റിന് മാത്രമായിട്ടുള്ള മറ്റൊരു വിഷയമാണ് നിങ്ങൾക്ക് ലോ ആൻഡ് ഓർഡറുള്ള സ്റ്റേറ്റിന്റെ ഇഷ്ടം പോലെ എല്ലാ പ്രവർത്തനവും എടുക്കാം. പക്ഷെ അത് ലോ ആൻഡ് ഓർഡറിന്റെ വിഷയം വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം അതിലിടപെടും. അതിനെ നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. 1992 ഡിസംബർ 6 കല്യാൺ സിംഗിൻ മന്ത്രിസഭ പിരിച്ചുവിട്ടുകൊണ്ട് പ്രസിഡന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട്. ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട ബാബറി മസ്ജിദ് തകർത്തതിൽ കല്യാൺ സിംഗ് മന്ത്രിസഭയ്ക്ക് ജനത്തിനോ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസിഡന്റ്, അന്നത്തെ രാഷ്ട്രപതി, ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടത്. നമുക്കാണെങ്കിൽ ആദ്യത്തെ അനുഭവം, അതായത് അനുച്ഛേദം 360 ആദ്യ അനുഭവം ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. 1959 EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. അതിന് അടിസ്ഥാനമായിട്ട് പറയുന്നത്, അതിനെന്ത് നമ്മൾ ബാക്കിയുള്ള എന്ത് വിശകലനം കൊടുക്കുമ്പോൾ പോലും അതിന്റെ കാര്യമായ കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അത് തർക്കവിതർക്കങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാകും. ലോ ആൻഡ് ഓർഡർ എന്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇത് ഗവർണർ രാഷ്ട്രപതിയെ കൊണ്ട് ഈ സർക്കാരുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. അതുപോലെ തൂക്കുമന്ത്രിസഭ ഉണ്ടായി കഴിഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ഗവർണറാണ്. ഇത്രയധികം ഉയർന്ന ഔന്നത്യമുള്ള ഒരു പ്രതിനിധി, അദ്ദേഹം നോട്ട് അപ്പോയിന്റഡ് ബൈ എനി ഡെമോക്രാറ്റിക് ബോഡി വഴി നിയമിക്കപ്പെട്ട ആളല്ല, പ്രസിഡന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അതിനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം പറഞ്ഞത്. ഇതൊരു തരം മൂപ്പിളമ തർക്കമാണ്. അതിങ്ങനെ ഈ മൂപ്പിളമ തർക്കം തുടർന്നു പോകും. അതിൻ്റെ അകത്ത് കയ്യൂക്കുള്ള ആള് വിജയിക്കും. അതാണ് മൂപ്പിളമ തർക്കത്തിലെ ഒരു രസകരമായ അന്ത്യം. അങ്ങനെയായിരിക്കും. ഇത്
എന്താണ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റുകൾക്ക് അവർക്ക് പൊളിറ്റിക്കൽ മൈലേജ് നേടാൻ സഹായിക്കും. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് പ്രസിഡന്റിന്റെ ഇൻട്രസ്റ്റ് മാത്രം, രാഷ്ട്രപതിയുടെ ഇൻട്രസ്റ്റ് മാത്രം പരിഗണിച്ചാൽ മതി. അതുകൊണ്ട് ഇതൊക്കെ മറ്റേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്ന പോലെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഈ മൂപ്പിളമ തർക്കം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ ഭരണഘടന ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ പ്രിയാമ്പിളിലോ മറ്റെവിടെയോ വകുപ്പ് 360 ഇല്ലാത്ത ഫെഡറലിസം എന്ന് പറയുന്ന അതീത ഭാവന മുന്നോട്ട് വെച്ചിട്ടുള്ള ഏത് ചർച്ചയും അവസാനിക്കാൻ പോകുന്നത് ആത്യന്തികമായിട്ട് എങ്ങുമെത്താത്ത ഒരവസ്ഥയിലേക്ക് പോവുള്ളൂ. ഇപ്പം സുപ്രീം കോടതി വിധി പറയുമ്പോൾ നമുക്ക് ബില്ല് ഗവർണർക്ക് പിടിച്ചു വെക്കാനാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ അതിന്റെ നിയമവശം എന്താണ്, ഭരണഘടന ഒന്നുകൂടെ വിശകലനം ചെയ്യപ്പെടും. അതുകൊണ്ട് ഇത് ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിവാദമാകണ്ട എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത്ര ഇക്കാര്യത്തില് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയെ തോന്നുന്നുള്ളൂ. കാരണം ഗവർണറുടെ സുരക്ഷ ഒരു കാരണവശാലും കുറയ്ക്കാനൊക്കെയില്ല. അത് പ്രസിഡന്റിന്റെ പ്രതിനിധിയാണ്. അതങ്ങനെ കുറച്ച് ഗവർണർക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ച, ഗവർണർക്ക് അബദ്ധമല്ല, ഗവർണർക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിന് പറയേണ്ടി വരും. ആ ഉത്തരപറച്ചിൽ എവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.